അലമീൻ, നമുക്ക് ക്യാമറ കണ്ണിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. JCBയുടെ വിരലുകൾ ഇപ്പോൾ ആ കിണറിന് തൊട്ടടുത്തുള്ളൊരു ഭാഗത്ത്, ആ കെട്ടിടത്തിൻ്റെ താഴെയുള്ള സ്ലാബിനോട് ചേർന്നുള്ള ഭാഗത്താണ് വളരെ സാവധാനം മരക്കഷ്ണങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ മരത്തടികൾ അതിൽ വന്ന് പെട്ടിരിക്കുന്നത് കാണാം. പാറകൾ അതിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചില്ലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ചെളിയും അതിനോടുള്ള ചെറിയ തടിക്കഷ്ണങ്ങളും ഒക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. ഇത് എനിക്ക് തോന്നുന്നത് ആ കിണറിരുന്ന ഭാഗത്ത് ഇപ്പോൾ വീണ്ടും ആഴത്തിൽ പരിശോധിക്കുകയാണ്. 1 മീറ്റർ താഴ്ചയിലാണ് ജീവസാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. TV പ്രസാദും സംഘവും കൂടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ജീവൻ്റെ തുടിപ്പ് എന്നുള്ളത് ഇന്നത്തെ തെരച്ചിലിലെ ഏറ്റവും ഉദ്വേഗജനകമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായും അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും 1000-1 അംശം മാത്രം പ്രതീക്ഷിച്ചാൽ മതി കണ്ടിരിക്കുന്ന പ്രേക്ഷകരും. പക്ഷേ ജീവസാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് മറ്റേതെങ്കിലും ജീവജാലങ്ങളുടേതാവാം. ആ ഭാഗത്ത് വന്യജീവികളുണ്ട് എന്നതും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. പൈക്കളുണ്ടാവാം, നായ്ക്കളുണ്ടാവാം, മറ്റേതെങ്കിലും ജീവജാലങ്ങളാവാം. കാട്ടാന ഇറങ്ങിയിരുന്നു ആ ഭാഗത്ത്. രക്ഷപ്പെട്ടോടിയവരിൽ പലരും കാട്ടാനയുടെ മുന്നിൽ ചെന്നുപെടുകയും ആ സാധുജീവി അവരോട് കണ്ണടച്ച് ഒരുമിച്ച് രക്ഷപ്പെടുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ജീവജാലങ്ങളാണോ? പക്ഷേ അപകടമുള്ളത് വിണ്ടുകീറിയിരിക്കുന്ന ഭിത്തി നോക്കൂ പ്രേക്ഷകരെ. അതുകൊണ്ട് വളരെ സാവധാനം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊടാതെ, മറ്റു ഭിത്തികളിൽ തൊടാതെയാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പാതി തളർന്നിരിക്കുന്ന ആ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴാം. നമുക്കൊപ്പം TV പ്രസാദ് കൂടി ചേരുന്നുണ്ട്. TV പ്രസാദ്, 1 മീറ്റർ താഴ്ചയിലുള്ള ഒരു ജീവസാന്നിധ്യം, അതെന്തിൻ്റേതുമാകാം. മനുഷ്യൻ്റേതാവാം, മറ്റു നായ്ക്കളുടേതാവാം, പൈക്കളുടേതാവാം, ഇനി വഴിതെറ്റി വന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ മുകൾ ഭാഗത്തു നിന്ന് വന്ന ഏതെങ്കിലും ആനയുടേതാവാം, മറ്റ് ജീവജാലങ്ങളുടേതാവാം, ഒന്നും നമുക്കറിയില്ല. 1000-1 അംശം മാത്രം സാധ്യതയുള്ളൂ അതിലൊരു മനുഷ്യൻ്റെ ജീവനാകാൻ. പക്ഷേ അപ്പോഴും വളരെ സാവധാനം, കരുതലോടുകൂടി ഈ യന്ത്രത്തിൻ്റെ വിരലുകൾ മണ്ണിനെ ഇങ്ങനെ സാവധാനം നീക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂരും TV പ്രസാദുമുണ്ട്. എത്രത്തോളം സാധ്യതയുണ്ട് TV പ്രസാദ് അതിലുള്ളൊരു മനുഷ്യജീവൻ പെട്ടിരിക്കാൻ? വലിയ പ്രതീക്ഷയോടെയാണ് സുനിൽകുമാർ നിൽക്കുന്നത്. സുനിൽകുമാറിൻ്റെ ജ്യേഷ്ഠൻ, ഭാര്യ, 2 മക്കൾ, അവരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. സുദേവനെ കണ്ടെത്തിയിട്ടില്ല. സുദേവൻ്റെ അമ്മയെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. TV പ്രസാദ്, എത്രത്തോളം സാധ്യതയുണ്ടതിന്? അരുൺ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷ തന്നെയാണിത്. അതായത് ഈ എർത്ത് പെനിട്രേറ്റിംഗ് റഡാർ എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ അല്പസമയം മുമ്പ് നമ്മുടെ പുഞ്ചിരി മട്ടത്താണ് ആദ്യം പരീക്ഷിച്ചത്. അത് ആദ്യം ചെയ്തു തുടങ്ങിയത്. ആ സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എടുത്തതുമാണ്. ഇതിന്റെ ചുമതലയുള്ള ആൾ അതിനോട് നമ്മളോട് സംസാരിച്ചതുമാണ്. അദ്ദേഹം പറഞ്ഞത് 16 മീറ്റർ താഴെ വരെ ജീവസാന്നിധ്യം ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും. 16 മീറ്റർ താഴേക്കും 100 മീറ്റർ ഡയമീറ്ററും, അങ്ങനെയാണ് നമ്മളോടൊന്ന് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തും. അത് എത്ര വലിയ കോൺക്രീറ്റ് പാളി അതിൻ്റെ ഇടയിലുണ്ടെങ്കിലും അതിൻ്റെ സിഗ്നലിന് അത് തടസ്സമുണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. ഒരു നിമിഷം ഒന്ന് നിർത്തൂ. നമുക്കൊന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് പോയി വരാൻ. കാരണം അർജുൻ മട്ടന്നൂരിനോടൊപ്പം ഈ റഡാർ സ്പെഷ്യലിസ്റ്റായ ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. അർജുൻ മട്ടന്നൂർ, അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് ജീവസാന്നിധ്യം എന്നുള്ളതാണോ അതോ ബോഡിയുടെ സാന്നിധ്യമാണോ കണ്ടെത്തുക? റഡാറിലാണ്. അപ്പോൾ അത് മനുഷ്യൻ്റേതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. ഈ 2 ചോദ്യങ്ങൾ. ജീവനുണ്ട് എന്നത് ഉറപ്പിക്കാൻ കഴിയുമോ റഡാറിൽ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ പ്രകാരം? അത് മനുഷ്യൻ്റേതാണെങ്കിലും മറ്റേതെങ്കിലും ജീവിയുടേതാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാമോ അർജുൻ മട്ടന്നൂർ? പ്രാർത്ഥനയോടുമാണ് ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ളവർ ആ നിലയ്ക്കാണ് നിൽക്കുന്നത്. ഒരു ജീവന്റെ തുടിപ്പ് വിശേഷിക്കുന്നുണ്ടെങ്കിൽ, നേരിയ ശ്വാസമുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. അരുൺകുമാർ, നമുക്കിപ്പം ഇപ്പോൾ ഈ റഡാർ പരീക്ഷണം നടത്തുന്ന കമ്പനിയിലെ ഗിരീഷ് ശിവ ഉണ്ട്. ഇതൊരു മനുഷ്യ സാന്നിധ്യമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ജീവനുള്ളതാണെന്ന് ഉറപ്പിക്കുന്നു? അതെ, ഇതിന് ബേസിക്കലി ഇത് നമ്മൾ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ എന്ന് പറയുന്ന കമ്പനിയാണ്, ഗ്രൗണ്ട് പെനിട്രേഷൻ ഡിറ്റക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏകദേശം 16 മീറ്റർ അടിയിൽ വരെ ഹ്യൂമൻ്റെ ജീവൻ്റെ ഉള്ള എന്തെങ്കിലും മനുഷ്യനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളാവാം. അപ്പോൾ അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നി ശ്വാസം ഉണ്ടാവണം, അല്ലെങ്കിൽ ശരീരത്തിനൊരു അനക്കം ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ ഇത് 16 മീറ്റർ അടി, അതായത് ഏകദേശം 40 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള കരിങ്കൽ പാളികൾ പെനിട്രേറ്റ് ചെയ്ത് താഴെ ഇത് ഡിറ്റക്ട് ചെയ്യും. നമ്മളിത് ചെക്ക് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഇന്ന് 3-4 എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഇതെടുത്തപ്പം ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് അവിടെ ബ്രീത്തിങ് സെൻസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിസരവാസികളെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ പിറകിലൊരു
ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു വീടുണ്ടായിരുന്നെന്നും അവിടെ അവരുടെ അടുക്കള ആ പാർട്ടിലായിരുന്നെന്നും. അപ്പോൾ എക്സാക്ട്ലി ആ പോയിന്റിലാണ് ഇത് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവരിപ്പോൾ അത് ഇളക്കി നോക്കുന്നത്. അതിനുള്ളിലുണ്ട്, പക്ഷേ ഇപ്പോഴും ആ ഒരു ബ്രീതിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സിഗ്നൽ ഉള്ള മേഖലയിൽ നിന്ന് ഏതാണ്ട് എത്ര മീറ്റർ വരെ താഴോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം? ഡിവൈസ് ഇപ്പോൾ ഒരു ഡെബ്രീസ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞ് വീണ അതിൻ്റെ മുകളിൽ ഇത് കൊണ്ട് വെച്ചാൽ മതി ഡിവൈസ്. അപ്പോൾ അതിന് താഴോട്ട് 16 മീറ്റർ വരെ താഴെ ഈ അർജുൻ മട്ടന്നൂർ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ യൂനസ് ഒന്നി ഒരു ചെറിയ മൂവ്മെൻറ്റ് വേണം ശരീരത്തിന്, അല്ലെങ്കിൽ ശ്വാസമായാലും മതി. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകിൽ ശ്വാസം വേണം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ചലനം വേണം. അത് മനുഷ്യരുടേതാവാം, മറ്റു ജീവജാലങ്ങളുടേതാവാം എന്നാണ്. ഭാഗത്തായിട്ടാണല്ലോ അവിടെ നിന്ന് എത്ര അത് വളരെ നമ്മൾ വളരെ കോമ്പാക്റ്റ് അത് അടുത്തടുത്തടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഏകദേശം ഒരു 80 മീറ്റർ റേഡിയസിനകത്താണ് ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ചെളിയും മണ്ണും എല്ലാം കയറി നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് പിൻ പോയിൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. പക്ഷേ ആ സ്ഥലത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വേവ്സ് വരുന്നുണ്ട്, ബ്രീത്തിങ്ങിൻ്റെ വേവ്സ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു എയർ ഹോൾ